നമസ്കാരം ബിഗ് ബോസ്. നമസ്കാരം. ഇന്ന് ശരിക്കും ഞാൻ ബിഗ് ബോസ് ഒന്ന് ഉറങ്ങിപ്പോയ ദിവസമാണെന്ന് തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം വളരെ ഗൃഹാതുരം തുടങ്ങുന്ന നല്ല രസമായിരുന്നു. 4 പേരുടെ ഫാമിലി, അതായത് ആദിലേനും നൂറയുടെ ഫ്രണ്ട്സ് ആണ് വന്നത്. അവർ നേരത്തെ ഉണ്ടായിരുന്ന 2 കണ്ടസ്റ്റൻസ് ആണ് വന്നത്. ഞാൻ എപ്പിസോഡൊന്നും കാണാത്തതുകൊണ്ട് എനിക്ക് അവരെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന 2 പേരാണെന്ന് മനസ്സിലായി, അത്രേ ഉള്ളൂ. ബാക്കി വന്നത് സാബുമാന്റെ അച്ഛനും അമ്മ ഇപ്പൊ ഇതാ വന്നിരിക്കുന്നു. അവരോട് സാധനങ്ങൾ ഈ ഉണ്ണിയപ്പവും അവിടുത്തെ ബോളി, തിരുവനന്തപുരത്തുകാരുടെ ഒരു ബോളി എന്ന് പറയുന്ന പാൽപ്പായസം കൂട്ടി കഴിക്കുന്ന ഒരു സാധനമുണ്ട്, അതും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അന്വേഷണവും കൂടെ. ഇടയ്ക്ക് വമ്പൻ അടിയും ബഹളവും ബിന്നിയുമായിട്ട് ഭയങ്കര യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമായിരുന്നു. അതേപോലെ തന്നെ ഫാമിലിയൊക്കെ വന്ന് വളരെ സന്തോഷമുള്ളതായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സംഭവം എന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് മിണ്ടിയിട്ടേ ഇല്ല. ഇന്നലെ സത്യം പറഞ്ഞാല് ഷാനവാസിന്റെയും നമ്മുടെ അനീഷിന്റെയും അമ്മയൊന്നും അവരൊന്നും ഒരു ഹിന്റും അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അവരെ ഫോക്കസ് ചെയ്തിരിക്കുമായിരുന്നു. അവർക്ക് അധികം ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഷാനവാസും വൈഫും കൂടെ സംസാരിച്ച വീഡിയോ ഒന്നും നമ്മളെ കാണിച്ചിട്ടേ ഇല്ല. അവരെന്താ സംസാരിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്ന് വന്നവർക്കൊക്കെ ലോട്ടറി ആയിരുന്നു, ഹിന്റോട് ഹിന്റായിരുന്നു. അതായത് ബീൻ ബാഗിൽ ഇരിക്കാന്ന് അക്ബർ പറയുമ്പോൾ, വേണ്ട, നീ ഇനി ബീൻ ബാഗിൽ ഇരിക്കണ്ട, നീ നടക്ക്, എല്ലാവരോടും സംസാരിക്കുക എന്നൊക്കെ അമ്മ പറയുന്നു. അതേപോലെ തന്നെ വൈഫ് പറയുന്നു, ഇക്ക സൂപ്പറാണ്, പക്ഷെ 100% കൊടുക്കൂ, 100% കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആട്ടുതട്ടിലേ ഇരിക്കാം, വേണ്ട ആട്ടുതട്ടിലൊക്കെ നീ എനിക്ക് വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കി തന്നാൽ മതി, ഇവിടെ നീ അതിൽ ഇരിക്കേണ്ട, നീ അങ്ങനെ ചെയ്യും. അവർ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ മുമ്പിലുണ്ടായിരുന്ന 2 കണ്ടസ്റ്റന്റ് വന്നത്. അവരും ഇതേപോലെ തന്നെ അവരെല്ലാം, അതായത് ഒരാള് നൂറേയും കൊണ്ട് പോകുന്നു, ഒരാൾ ആദിലേയും കൊണ്ട് പോകുന്നു. അതിലേയും കൊണ്ട് പോയ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. നിങ്ങൾ സൂപ്പറാണ്, നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്, മറ്റേന്നൊക്കെ പറയുന്നുണ്ട്. അതിനോട് പറയുന്നുണ്ട്, നിനക്ക് ജീവിതം വരുന്നതിന് മുമ്പുണ്ടായ ട്രോമയൊന്നും നീ ഇവിടെ ആരുമായിട്ടും കമ്പയർ ചെയ്ത് നോക്കരുത്. അതായത് അനീഷിനെ കാണുമ്പോൾ അവളുടെ തന്തയാണ് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ കുറേ പ്രാവശ്യം പറഞ്ഞു. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്, നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പം അതേപോലെ തന്നെ നൂറയോടും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നൂറ പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇന്ന ആൾക്കാരല്ലേ വരുന്നത്, ഞങ്ങൾക്കറിയാം, ഞങ്ങളെ കളിപ്പിക്കാതെ ഞങ്ങളുടെ പേരൻസിനെ കൊണ്ടുവരും എന്നൊക്കെ ബിഗ് ബോസിനോട് നൂറ അവിടെ നിന്ന് പറയുന്നുണ്ട്. ടാസ്കിന് ഇത് മുമ്പിൽ വെളിയിൽ നിന്ന് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും വരുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും 4 ഇപ്പൊ സാബുമാന്റെ അമ്മയും എന്ന് പറയുന്നത്, നീ കളിക്കുന്നത് ശരിയാണ്. അപ്പൊ പറയുന്നുണ്ട്, അമ്മ എനിക്ക് വഴക്ക് പിടിക്കാം, അതൊന്നും കുഴപ്പമില്ല, നീ വഴക്കൊന്നും പിടിക്കണ്ട, നീ ഇപ്പൊ കളിക്കുന്നത്. കാരണം സാബുമാന്റെ ആ ഒരു ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു നിഷ്കളങ്കത തന്നെയാണ് പുള്ളിയെ അവിടെ പിടിച്ചു നിർത്തുന്നത്. പക്ഷെ ലക്ഷ്മിയൊക്കെ ബോറ് കളിയാണ് കേട്ടോ. ലക്ഷ്മിക്ക് ഒന്നും അനങ്ങാൻ കഴിയില്ല. ലക്ഷ്മി ചുമ്മാ അവിടെ ഇരുന്നിട്ട് ചുമ്മാ ഈ പറഞ്ഞ പോലെ ബഹളം വെക്കുന്നല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത്. ഒരു വീഡിയോക്കകത്തൊന്നും തികയുന്ന കാര്യങ്ങളല്ല. ലോങ് വീഡിയോ ചെയ്ത ആൾക്കാർ കാഴ്ച കുറവായതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ചെയ്യുന്നത്. അടുത്ത വീഡിയോക്കകത്ത് പറഞ്ഞുതരാം.